Hi dears, in this video we are going to study a short story, The Interpreter of Maladies. This story was written by Jhumpa Lahiri, a famous post-colonial writer. She is an American author known for her short stories, novels and essays in English and more recently in Italian. As a post-colonial writer, she was born on 11th July 1964 and she won Pulitzer Prize for Fiction in 2000. Let us understand the heading Interpreter of Maladies. Interpreter means വ്യാഖ്യാനിക്കുന്ന ആൾ. മലഡീസ് എന്ന് പറഞ്ഞാൽ വ്യാധികൾ, രോഗങ്ങൾ എന്ന് പറയും. അപ്പോൾ ഇൻ്റർപ്രിറ്റർ ഓഫ് മലഡീസ് എന്ന് പറയുന്നത് രോഗങ്ങളെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളിനാണ് ഇൻ്റർപ്രിറ്റർ ഓഫ് മലഡീസ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇതിൽ മെയിൻ ക്യാരക്ടർ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഒരു ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. കാരണം ഭാഷ, അതായത് അവിടുത്തെ പ്രാദേശിക ഭാഷ അറിയാത്ത ഡോക്ടറായിരുന്നു. അപ്പോൾ അയാളുടെ ഡോക്ടർ എന്താണോ രോഗിയോട് നിർദ്ദേശിക്കുന്നത്, എങ്ങനെ മരുന്ന് കഴിക്കണം, എന്താണ് അസുഖമെന്ന് നിർദ്ദേശിക്കുന്നതൊക്കെ ഈ ഇൻ്റർപ്രിറ്ററുടെ സഹായത്തോടു കൂടിയാണ് ഒരു രോഗി മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന് ഒരു മലയാളം സംസാരിക്കുന്ന നാട്ടിൽ വന്നിട്ട് മറ്റേതെങ്കിലും ഭാഷ സംസാരിക്കുന്ന ഒരു ഡോക്ടർ ഇവിടെ പരിശോധിക്കുന്നു, പക്ഷേ അയാൾക്ക് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ ഈ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ ഡോക്ടർ ഒരു ഇൻ്റർപ്രിറ്റർ നിയോഗിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തിക്കാണ് ശരിക്കും ഇവിടെ ഇൻ്റർപ്രിറ്റർ ഓഫ് മലഡീസ് എന്ന് പറയുന്നത്. സോ ദ ഇൻ്റർപ്രിറ്റർ ഓഫ് മലഡീസ് includes collection of 9 short stories. It was published in 1999. Most of the stories are pertaining to the life of Indian and American who are caught between their roots and the new world. ഈ 9 സ്റ്റോറികളിലും ഏകദേശം സ്റ്റോറികൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ കുറിച്ചും അമേരിക്കക്കാരെ കുറിച്ചുമാണ്. അതായത് അവരുടെ ഒറിജിനും അതുപോലെ തന്നെ അവർ വരുന്ന പുതിയ ലോകത്തിനും ഇടയ്ക്കുള്ള ഒരു ഇതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. The main characters in the story, Mr. Das, his real name is Raj, and Mrs. Das, her name was Meena, and their 3 children, Bobby, Rodney and Tina. Mr. Kabasi, he's a tour guide. So let us enter to the story. The story, Mr. and Mrs. Das, Indian Americans visiting the country of their heritage, hire a middle-aged tour guide, Mr. Kabasi, as their driver for the day as they tour. Mr. Kabasi notes the parents' immaturity. Mr. and Mrs. Das look and act young to the point of childishness, go by their first names while talking to their children, Ronnie, Bobby and Tina, and seem selfishly indifferent to the kids. ഇപ്പോൾ സ്റ്റോറിയിലേക്ക് കടക്കുമ്പോൾ ഒരു ഇന്ത്യൻ അമേരിക്കൻസ്, അതായത് ഇന്ത്യൻ ഒറിജിനാലിറ്റി ഉള്ള ഒരു അമേരിക്കയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു കുടുംബത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. മിസ്റ്റർ ദാസും മിസ്സിസ് ദാസും, മിസ്സിസ് ദാസ് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അവർ അവരുടെ ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഒരു ടൂറായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ മിസ്റ്റർ കബസി എന്ന് പറയുന്ന ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരു ടൂർ ഗൈഡിൻ്റെ കാറാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ടൂറിന് വേണ്ടിയിട്ട് വാടകയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ യാത്രക്കുടനീളം മിസ്റ്റർ കബസി എന്ന് പറയുന്ന ആൾ കുറച്ചൊക്കെ വളരെ നല്ലൊരു മെച്യൂർഡ് ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്, വളരെ നല്ലൊരു മാന്യനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ യാത്രക്കിടയിൽ മിസ്റ്റർ കബസി എന്ത് ചെയ്യുന്നു, മിസ്റ്റർ ദാസിൻ്റെയും മിസ്സിസ് ദാസിൻ്റെയും, അതായത് രാജിൻ്റെയും മീനയുടെയും ഒരു അപക്വതയെക്കുറിച്ച് എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുകയാണ്. കാരണം അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ ചില സംസാരങ്ങൾ, ചില സമയത്തുള്ള അവരുടെ ഭാവങ്ങൾ, ഇതൊക്കെ തീർത്തും ഒരു അപക്വമായിട്ടുള്ള രൂപത്തിലാണ് മിസ്റ്റർ കബസി മനസ്സിലാക്കുന്നത്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ദാസ് ലുക്ക് ആൻഡ് ആക്ട് യങ് ടു ദ പോയിന്റ് ഓഫ് ചൈൽഡിഷ്നെസ്, ഗോ ബൈ ദെയർ ഫസ്റ്റ് നെയിംസ് വെൻ talking to their children, Rodney, Bobby
and Tina and seemed selfishly indifferent to the kids. അപ്പോൾ മിസ്റ്റർ ദാസും മിസ്സസ് ദാസും അവർ വളരെ ചെറിയ കുട്ടികളെ പോലുള്ള ചില പ്രവർത്തനങ്ങളും സംസാരങ്ങളൊക്കെയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മാത്രമല്ല അവർ അങ്ങോട്ടോട്ട് സംസാരിക്കുമ്പോൾ അന്യോന്യം അവരുടെ ഫസ്റ്റ് നെയിം വിളിച്ചിട്ടൊക്കെയാണ് അവരുടെ കുട്ടികൾ മുമ്പിൽ തന്നെ അവർ സംസാരിക്കുന്നത്. ഇപ്പോൾ രാജു എന്നുള്ളതും മീന എന്നുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾക്ക് മുമ്പിൽ തന്നെ വെച്ച് വിളിച്ച് സംസാരിക്കുകയാണ് അവർ. അപ്പോൾ ഈ കുട്ടികളോട് സംസാരിക്കുമ്പോൾ, അതായത് ഈ റോഡി എന്ന് പറയുന്ന ബോബി, ടീന, ഈ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ കുട്ടികളോട് സംസാരിക്കുമ്പോൾ തന്നെ ഇവരുടെ ഒരു അപക്വത പക്വതയില്ലായ്മ ഈ മിസ്റ്റർ കപസി മനസ്സിലാക്കുകയാണ്. മാത്രമല്ല ആൻഡ് സീം സെൽഫിഷ്ലി ഇൻഡിഫറൻറ്റ് ടു ദ കിഡ്സ്, അതായത് കുട്ടികളോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല, അതായത് വേണ്ടത്ര കുട്ടികളെ കെയർ ചെയ്യാത്ത ഒരു പ്രകൃതമാണ് മിസ്റ്റർ ദാസിനും മിസ്സസ് ദാസിനും ഉള്ളത്. On their trip, when her husband and children get out of the car to the sightsee, Mrs. Das sits in the car, eating snacks she offers to no one else, wearing her sunglasses as a barrier, and painting her nails. When Tina asks her to paint her nails as well, Mrs. Das just turns away and rebuffs her daughter. അവരുടെ യാത്രയിൽ മിസ്റ്റർ ദാസും അതുപോലെ തന്നെ ഈ 3 കുട്ടികളും എന്ത് ചെയ്തു, കാറിൽ നിന്ന് യാത്രക്കിടയിൽ വെച്ചിട്ട് ഒരു സ്ഥലത്തെത്തിയപ്പോൾ കാറ് നിർത്തിയിട്ട് അവർ ഇറങ്ങിയത് എന്തിനെന്ന് ചോദിച്ചാൽ പുറത്തുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിസ്സസ് ദാസ് എന്ത് ചെയ്യുന്നു, ഈ ദാസിൻ്റെ ഭാര്യ മീന എന്ന് പറയുന്ന ഈ വ്യക്തി, ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു, കാറിൽ തന്നെ ഇരിക്കുന്നു. സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ട് അത് ആർക്കും കൊടുക്കുന്നൊന്നുമില്ല, വേണമെന്നും ചോദിക്കുന്നൊന്നുമില്ല. അങ്ങനെ കാറിലിങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മുമ്പിൽ നിൽക്കുന്ന ആളിന്, അതായത് സംസാരിക്കുന്ന ഒരാളിനൊക്കെ തടസ്സം തോന്നിക്കുന്ന രൂപത്തിലുള്ള സൺഗ്ലാസ് ധരിച്ചിരിക്കുന്നു. മാത്രമല്ല അവരുടെ നഖം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ടീന എന്ന് പറയുന്ന അവരുടെ ഒരു കുട്ടി അവരുടെ നഖം കൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുമോ എന്നെന്ത് ചെയ്യുന്നു, തൻ്റെ അമ്മയായിട്ടുള്ള മീനയോട് ചോദിക്കുകയാണ്. പക്ഷേ മിസ്സസ് ദാസ്, അതായത് മീന എന്ത് ചെയ്യുന്നു, അതിനെ നിരാകരിക്കുന്നു. മാത്രമല്ല ഈ കുട്ടിയുടെ ചെയ്തു തരുമോ എന്നുള്ളൊരു അപേക്ഷ എന്ത് ചെയ്യുന്നു, നിരസിക്കുകയാണ്. യാതൊരുവിധ ദയാദാക്ഷിണ്യം അതിനെ നിരസിക്കുകയാണ്. അപ്പോൾ ഈ യാത്രക്കിടയിൽ മിസ്സസ് ദാസ് എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയുടെ, ഈ കുട്ടികളുടെ അമ്മയെ മിസ്റ്റർ കപസി എന്ത് ചെയ്യുന്നു, വളരെ നല്ല രൂപത്തിൽ എന്ത് ചെയ്യുന്നു, ശ്രദ്ധിക്കുന്നുണ്ട്. ഇവരുടെ ഒരു പക്വതയില്ലായ്മയും ഇവരുടെ ഒരു പ്രത്യേകതരം ഒരു സെൽഫിഷായിട്ടുള്ളൊരു പ്രകൃതിയും ഒക്കെ മിസ്റ്റർ കപസി എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഒരു സുഖകരമല്ലാത്ത രീതിയിലാണ് ഈ ഫാമിലിയുടെ പോക്ക് എന്നുള്ളതൊക്കെ മിസ്റ്റർ കപസി എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. മിസ്റ്റർ ആൻഡ് മിസ്സസ് ദാസ് asked the good-natured Mr. Kabasi about his job as a tour guide, and he tells them about his weekday job as an interpreter in a doctor's office. Mr. Kabasi's wife resents her husband's job because he works at the doctor's clinic that previously failed to cure their son of typhoid fever. യാത്രക്കിടയിൽ വെച്ചിട്ട് മിസ്റ്റർ കപസിയോട്, അതായത് വളരെ നല്ല സ്വഭാവമുള്ള മാന്യനായിട്ടുള്ള ഈ ടൂർ ഗൈഡായ മിസ്റ്റർ കപസിയോട് മിസ്റ്റർ ദാസും മിസ്സസ് ദാസും അയാളുടെ ജോബിനെ കുറിച്ചൊക്കെ, ടൂർ ഗൈഡ് എന്ന നിലയിലുള്ള ജോബിനെ കുറിച്ചൊക്കെ ഇവർ ചോദിക്കുകയാണ്. അങ്ങനെ ഈ മിസ്റ്റർ കപസി എന്ത് ചെയ്യുന്നു, ആഴ്ചയിൽ ഒരു ദിവസം ഇയാൾക്കൊരു ഇൻ്റർപ്രിറ്ററായിട്ട് ഒരു ഡോക്ടറിൻ്റെ ഓഫീസിൽ ഇൻ്റർപ്രിറ്ററായിട്ടുള്ള ഒരു ജോലിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അതാണ് നമ്മുടെ ഹെഡിങ് എന്ന് പറയുന്നത്, ഇൻ്റർപ്രിറ്റർ ഓഫ് മാലഡീസ്. അപ്പോൾ ഈ ഡോക്ടറുടെ ഒരു ഇൻ്റർപ്രിറ്റർ ആയിട്ടുള്ള ഒരു ജോലിയെക്കുറിച്ച്, അതായത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ അതുള്ളൂ, അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ മിസ്റ്റർ കപസി ഇവരോട് പറയുന്നുണ്ട്, മിസ്റ്റർ കപസിയുടെ വൈഫിന് ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ ജോലിയുമായിട്ട് യാതൊരു താല്പര്യമില്ല. അവർ ഈ മിസ്റ്റർ കപസിയുടെ വൈഫ് കപസിയുടെ ജോലിയെ എപ്പോഴും താഴ്ത്തി കെട്ടിയിട്ടേ സംസാരിക്കുകയുള്ളൂ. അതിന് കാരണമുണ്ട്. കാരണം ഈ ഇൻ്റർപ്രിറ്റർ എന്ന് പറയുന്ന ഒരു ജോലിക്ക്
ജോലി താഴ്ത്തിക്കെട്ടാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുൻപൊരിക്കൽ ഈ ഒരു ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ മിസ്റ്റർ കബസി ഒരു ഇൻ്റർപ്രറ്ററായിട്ട് ജോലി ചെയ്തിരുന്നു. ആ ക്ലിനിക്കിൽ വെച്ചിട്ട് ഇവരുടെ മിസ്റ്റർ കബസിയുടെ മകന് ഒരു ടൈഫോയിഡ് പനി ബാധിച്ചിട്ട് എന്ത് ചെയ്തു, അവിടെ ചികിത്സ തേടിയിരുന്നു. പക്ഷേ ഈ മിസ്റ്റർ കബസിയുടെ മകൻ്റെ ടൈഫോയിഡ് രോഗം അവർക്ക് ഭേദപ്പെടുത്താൻ അവർ എന്ത് ചെയ്തു, പരാജയപ്പെട്ടു. സ്വാഭാവികമായിട്ടും മിസ്റ്റർ കബസിയുടെ വൈഫിന് ഈ ക്ലിനിക്കുമായിട്ട് ഉള്ള വിശ്വാസം തകരുകയും ക്ലിനിക്കിനോട് ആ ഒരു ജോലിയോട് തന്നെ ഒരു വെറുപ്പ് തോന്നുകയും ചെയ്യുന്നു. അതാണ് മിസ്റ്റർ കബസി ആദ്യമായിട്ട് പറയുന്നത്. She belittles his job and he too discounts the importance of his occupation as a waste of his linguistic skill. However, Mrs. Das seems it romantic and a big responsibility, pointing out that the health of the patients depends upon Mr. Kapasi's correct interpretation of their maladies. അപ്പോൾ തൻ്റെ മകൻ്റെ രോഗം ഭേദപ്പെടുത്താൻ കഴിയാത്ത ക്ലിനിക്കിലെ ജോലിയുമായിട്ട് മിസ്റ്റർ കബസിയുടെ ഭാര്യ ആ ജോലിയെ വളരെ തരം താഴ്ത്തിയിട്ടാണ് പറയുന്നത്. അദ്ദേഹം അങ്ങനെ തന്നെയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഓക്യുപ്പേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, കാരണം ഈ മിസ്റ്റർ കബസി എന്ന് പറയുന്നത് നല്ല ഭാഷയിലൊക്കെ നല്ല കഴിവുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ഡോക്ടറിൻ്റെ ഇൻ്റർപ്രിറ്ററായിട്ട് ഇയാളെ നിയോഗിച്ചതും. അപ്പോൾ ഇയാളുടെ ഭാഷയിലെ ഈ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു രംഗം ഇയാൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കാരണം മിസ്റ്റർ കബസിയെ സംബന്ധിച്ചിടത്തോളം ഇയാൾ വലിയൊരു ഡിപ്ലോമാറ്റായിട്ട് ജോലി ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിരുന്നു. അതായത് വലിയ രാഷ്ട്രീയക്കാർ, മന്ത്രിമാർ, അവരുടെയൊക്കെ ഇൻ്റർപ്രിറ്ററായിട്ടൊക്കെ ജോലി ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അവിടെയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഷാ വൈഭവമൊക്കെ ഇയാൾക്ക് എടുത്ത് കാണിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു ക്ലിനിക്കിലെ ഇൻ്റർപ്രിറ്റർ ആകുമ്പോൾ അതിന് പരിധികളുണ്ട് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇത് മിസ്റ്റർ ദാസിനോട് മിസ്സസ് ദാസിനോട് മിസ്റ്റർ കബസി പറയാണ് തൻ്റെ ജോലിയെക്കുറിച്ചും തൻ്റെ ജോലിയുടെ ചില ദയനീയമായിട്ടുള്ള ചില വശങ്ങളെക്കുറിച്ചൊക്കെ മിസ്റ്റർ കബസി പറയുകയാണ്. എന്നിരുന്നാലും മിസ്സസ് ദാസ് എന്ത് ചെയ്യുന്നു, ഈ മിസ്റ്റർ കബസിയോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് തോന്നുന്നു. മാത്രമല്ല വളരെ നല്ല ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഇത് ഇയാൾ ചെയ്യുന്നത് എന്നും പറയുന്നു. പിന്നെ അതിനേക്കാൾ ഉപരി ഒരു ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളനുസരിച്ച് ഒരു രോഗിയുടെ ആരോഗ്യം മിസ്റ്റർ കബസി എന്ന് പറയുന്ന ആളുടെ വളരെ ശരിയായിട്ടുള്ള വ്യാഖ്യാനം, അതായത് രോഗത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിൽ മാത്രം ആശ്രയിച്ചാണ് എന്നുള്ളത് മിസ്സസ് ദാസ് ഇവിടെ എന്തെയാണ് പറയുകയാണ്. അതായത് മിസ്റ്റർ കബസി തൻ്റെ ജോലിയുടെ ആ ഒരു ദയനീയ വശത്തെക്കുറിച്ച് പറയുന്നു, അത് നല്ല ജോലിയല്ല എന്ന് പറയുന്നു. എന്നിരുന്നാലും മിസ്സസ് ദാസ് എന്താണ്, ഇദ്ദേഹത്തിൻ്റെ ജോലിയിൽ ഇയാളോട് വലിയ മതിപ്പുണ്ടാകുന്നു. കാരണം ഒരു ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്ന കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഒരു രോഗിക്ക് തെറ്റാതെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും വലിയൊരു കാര്യമാണ്. കാരണം ആ ഒരു പറഞ്ഞു കൊടുക്കുന്നതിലാണ് ആ രോഗിയുടെ ആരോഗ്യം ആശ്രയിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുത മിസ്സസ് ദാസ് ഇവിടെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ മിസ്റ്റർ കബസിയോട് കുറച്ചൊക്കെ ഒരു മതിപ്പുണ്ടാകുന്നു, കുറച്ചൊക്കെ റൊമാൻറ്റിക് ആയിട്ട് തോന്നുന്നു. അങ്ങനെ മിസ്റ്റർ കബസി ഒരു നല്ലൊരു വ്യക്തിയായിട്ട് മിസ്സസ് ദാസിന് തോന്നുകയാണ്. This is the first part of the story. The rest part will be discussed in the next part. Thank you.